രാജ്യം ഉറ്റുനോക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിക്കഴിഞ്ഞു. മാർച്ച് 16-ന് നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 10 സംസ്ഥാനങ്ങളിലായി 37 സീറ്റുകളിലേക്ക് പോരാട്ടം മുറുകുമ്പോൾ തന്ത്രപരമായ നീക്കങ്ങളുമായിട്ട് കോൺഗ്രസ് രംഗത്തിറങ്ങുകയാണ്. BJP ഭൂരിഭാഗം സീറ്റുകളും നേടുമെന്ന് ഉറപ്പാക്കുമ്പോഴും അവരുടെ നട്ടലൊടിക്കാനുള്ള നീക്കങ്ങളാണ് കോൺഗ്രസ് നോക്കുന്നത്. 4 സംസ്ഥാനങ്ങളിൽ നിന്നുമായിട്ട് 5 സീറ്റുകളെങ്കിലും വിജയിക്കാനാകുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. തെലങ്കാനയിൽ 2 സീറ്റിലും ഹരിയാന, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ഓരോ സീറ്റുകളിലുമാണ് കോൺഗ്രസിന് വിജയസാധ്യത ഉള്ളത്. ഇത്തവണ സാമുദായിക സമവാക്യങ്ങളെക്കാൾ പാർലമെന്റിൽ സർക്കാരിനെതിരെ ശക്തമായ ശബ്ദമുയർത്താൻ കഴിയുന്ന ഫയർ പവർ ഉള്ള നേതാക്കളെയാണ് രാജ്യസഭയിലേക്ക് അയക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നത്. തെലങ്കാനയിൽ നിന്നുമുള്ള 2 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള മത്സരം ഏറെ ശ്രദ്ധ നേടുകയാണ്. ഒരു സീറ്റ് ലഭിക്കാൻ 40 MLA-മാരുടെ പിന്തുണയാണ് ആവശ്യം. നിലവിൽ 66 MLA-മാരുള്ള കോൺഗ്രസിന് ഇടതുപക്ഷത്തിന്റെ മറ്റും പിന്തുണയോടെ ആകെ 74 പേരുടെ ബലമുണ്ട്. ഇത് ഒരു സീറ്റ് ഉറപ്പിക്കാൻ സഹായിക്കും. എന്നാൽ രണ്ടാമത്തെ സീറ്റിൽ മത്സരം കടുപ്പമാകും. BRS-ന് MLA-മാരുണ്ടെങ്കിലും അതിൽ 10 പേർ നേതൃത്വവുമായി അകൽച്ചയിലാണെന്ന റിപ്പോർട്ടുകളും കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്നുണ്ട്. മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി വീണ്ടും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടേക്കും എന്നാണ് സൂചന. ഛത്തീസ്ഗഡിൽ ഫൂലോ ദേവി നേതാമിന്റെ കാലാവധി അവസാനിക്കുന്നതോടെ ഒഴിവുവരുന്ന ഏക സീറ്റിലേക്ക് വലിയ മത്സരമാണ് നടക്കുന്നത്. ഫൂലോ ദേവി നേതാമിനെ തന്നെ വീണ്ടും പരിഗണിക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുമ്പോൾ പുതിയ മുഖങ്ങൾ വരണമെന്ന് മറ്റൊരു വിഭാഗം വാദിക്കുക കൂടി ചെയ്യുന്നു. TS സിംഗ് ദിയോ, മോഹൻ മാർക്കോ, ദീപക് ബൈജ് തുടങ്ങിയ പ്രമുഖരുടെ പേരുകളും ചർച്ചയിലുണ്ട്. ഹരിയാനയിലാകട്ടെ ഏക സീറ്റിനായിട്ട് രാജ് ബബ്ബർ, പവൻ ഖേര, സുപ്രിയ ശ്രീനേത് തുടങ്ങിയ ദേശീയ നേതാക്കളുടെ നീണ്ട നിര തന്നെ രംഗത്തുണ്ട്. ഹിമാചൽ പ്രദേശിൽ BJP MP ഇന്ദു ഗോസ്വാമിയുടെ കാലാവധി കഴിയുന്നതോടെ ഒഴിവുവരുന്ന സീറ്റിലേക്ക് കോൺഗ്രസിനുള്ളിൽ കടുത്ത മത്സരമാണ്. മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു മുതിർന്ന നേതാവ് ആനന്ദ് ശർമ്മയെ പിന്തുണയ്ക്കുമ്പോൾ പ്രതിഭാ സിംഗും രംഗത്തുണ്ട്. താക്കൂർ കൗൾ സിംഗിന്റെ പേരും സജീവമായിട്ട് പരിഗണിക്കപ്പെടുന്നുണ്ട്. കഴിഞ്ഞ തവണ നടന്ന അപ്രതീക്ഷിത തിരിച്ചടികൾക്ക് മുന്നിൽ കണ്ടുകൊണ്ട് അതീവ ജാഗ്രതയോടെയാണ് കോൺഗ്രസ് ഇവിടെ നീങ്ങുന്നത്. മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരടങ്ങുന്ന ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. ഈ ആഴ്ച അവസാനത്തോടെ പട്ടിക പ്രഖ്യാപിച്ചേക്കും. ലോക്സഭയിലേതുപോലെ രാജ്യസഭയിലും ശക്തമായ വാദമുഖങ്ങൾ ഉയർത്താൻ കഴിയുന്ന നേതാക്കളെ എത്തിക്കുന്നതിലൂടെ പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യം. മഹാരാഷ്ട്ര 7, തമിഴ്നാട് 6, പശ്ചിമ ബംഗാൾ 5, ബീഹാർ 5 എന്നിവിടങ്ങളിൽ ഉൾപ്പെടെയുള്ള ഏപ്രിൽ 2-നും 9-നും കാലാവധി തീരുന്ന സീറ്റുകളിലേക്കാണ് മാർച്ച് 16-ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ലോക്സഭയിൽ എന്ന പോലെ രാജ്യസഭയിലും BJP പ്രതിരോധത്തിലാക്കാൻ ശേഷിയുള്ള വാക്ചാതുര്യമുള്ള നേതാക്കളെ എത്തിക്കുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യം. തമിഴ്നാട്, ബംഗാൾ, ബീഹാർ, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലും പോരാട്ടം മുറുകുകയാണ്. BJPയുടെ പടയോട്ടത്തെ തടയാൻ കോൺഗ്രസിന്റെ ഈ നീക്കങ്ങൾക്കാകുമോ? രാഹുൽ ഗാന്ധിയുടെ വരവിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നെല്ലാം വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം.